ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഈ കാണുന്ന ആ ഒരു റോസ് ഫ്ലവറും കൂടെ നമുക്കൊരു ഫ്ലവർ ബൊക്കെ ആക്കി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സോ അതിന് വേണ്ടിയിട്ട് ലെങ്തിന് ഒരു ഷീറ്റ് പേപ്പർ വേണം. ആ ലെങ്തിനുള്ള പേപ്പറിനെ ഒന്ന് ഹാഫായിട്ട് മടക്കിയെടുക്കണം. കാണിക്കുന്നത് പോലെ ചെയ്യാം. ആ ഒരു പേപ്പറിനെ ഹാഫായിട്ട് മടക്കിയതിന് ശേഷം കുറച്ച് എക്സ്ട്രാ പേപ്പർ വിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനെ ആ എക്സ്ട്രാ വിട്ട പേപ്പറിനെ ഒന്ന് ഹാഫാക്കി മടക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്ത്, ഇനി ഫുൾ പ്രൊസീജിയർ അങ്ങനെയാണ്. ബാക്കിലോട്ടാക്കി ട്വിസ്റ്റ് ചെയ്ത് ഇടയിൽ ഗം യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലവർ പൊട്ടിപ്പോവും. സോ ഇടയിൽ ഗം യൂസ് ചെയ്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം എൻഡിൽ നല്ല രീതിയിൽ തന്നെ ഗം യൂസ് ചെയ്ത് അതിനെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ഗ്രീൻ കളർ ഷീറ്റ് പേപ്പർ വേണം. അതിനെ ഒന്ന് ആവശ്യമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റമ്മിൻ്റെ നമ്മുടെ ഫ്ലവറിൻ്റെ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു റോസ് ഫ്ലവറിലേക്ക് അതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിലും ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഞാൻ ടോട്ടലി 6 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം നല്ല രീതിയിലൊന്ന് റാപ്പ് ചെയ്തെടുക്കുക. ദെൻ നെക്സ്റ്റ് റോസ് ഫ്ലവർ കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ റോസ് ഫ്ലവേഴ്സ് റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ബാലൻസ് 6 ഫ്ലവേഴ്സാക്കി മുഴുവൻ 6 ഫ്ലവേഴ്സാക്കി എടുത്തിട്ടുണ്ട്. ദെൻ നമുക്കിതിൻ്റെ സൈഡിൽ പുറത്ത് ഒരു ബൊക്കെ ഷീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രൗൺ കളർ ഷീറ്റ് പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഇതിനെല്ലാം ഒന്നിച്ച് കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് അതൊന്ന് സെക്യൂറായിട്ട് എടുക്കുക. നമ്മുടെ ബൊക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു ബ്രൗൺ കളർ ഷീറ്റ് പേപ്പർ എടുക്കാം. ക്രോസ് ആയിട്ട് മടക്കാം. തന്നെ ഒന്നുകൂടെ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലവർ അതിനുള്ളിൽ വെച്ച് റാപ്പ് ചെയ്തെടുക്കാം. റാപ്പ് ചെയ്ത് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കണം. സെക്യൂറാക്കി ഒട്ടിച്ചെടുക്കണം. ഗം യൂസ് ചെയ്തിട്ടോ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടോ എങ്ങനെ വേണോ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഗം യൂസ് ചെയ്ത് ഒട്ടിച്ചെടുത്തു. ദെൻ ഒരു പൈപ്പ് ക്ലീനർ എടുക്കാം. ഞാൻ ഇതിന് ഈ പിങ്ക് ഫ്ലവറിന് കോൺട്രാസ്റ്റിക്കായിട്ട് പിങ്ക് കളർ പൈപ്പ് ക്ലീനറാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നത് പോലെ ആ ഒരു ഷേപ്പിൽ റാപ്പ് ചെയ്തെടുക്കാം. റാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവർ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.